ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് അവരിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് എക്സ്പെക്ട് ചെയ്യാൻ കഴിയുന്നത്. അതൊരു റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, അഥവാ ഫ്രണ്ട്ഷിപ്പ്, അങ്ങനെ എന്തെങ്കിലും ഒരു കണക്ഷൻ ആയിക്കോട്ടെ, നിങ്ങൾക്ക് അവരിൽ നിന്ന് എന്തൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത്, നിങ്ങൾക്ക് എന്തൊക്കെ എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ തമ്മിലൊരു സ്ട്രോങ് കണക്ഷനാണ് ഇവിടെ കാണുന്നത്. ഒരു സോൾ കണക്ഷനാണ്. അത് ഫ്രണ്ട്ഷിപ്പ് ആയിക്കോട്ടെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്രണ്ട്ഷിപ്പോ റിലേഷൻഷിപ്പോ ഒരു സോൾ കണക്ഷനാണ് കാണുന്നത്. ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ, ഓക്കെ, ഇപ്പൊ കഴിഞ്ഞ ജന്മം അല്ലെങ്കിൽ പുനർജന്മം ഒക്കെ വിശ്വസിക്കുന്നവർക്ക് കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ തമ്മിൽ എന്തോ ഒരു കണക്ഷൻ, ഒരു സോൾ കണക്ഷനാണ് ഇവിടെ കാണുന്നത്. ആ ആ ഒരു കണക്ഷൻ ഈ ഒരു ലൈഫിലോട്ടും ഈ ഒരു ജന്മത്തിലും അത് വീണ്ടും വന്നിരിക്കുകയാണ്. ഒന്നെങ്കിൽ കഴിഞ്ഞ ജന്മത്തിൽ ഒരു പേഴ്സൺ ആയിരിക്കാം, അല്ലെങ്കിൽ ഈ ഒരു വ്യക്തി നിങ്ങളുടെ പാസ്റ്റിൽ, ലൈക്ക് ഇപ്പൊ നിങ്ങൾ ഒരു ഓഫീസ് വർക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ സ്കൂളിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തി ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് നേരത്തെ തന്നെ ഒരുപാട് കാലങ്ങളായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയായിരിക്കും ഇത്. ഓക്കെ, അങ്ങനെ ഒരു സോൾ കണക്ഷനാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, ഇവിടെ എനിക്ക് കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ചിലർ ഇവിടെ ഈ വ്യക്തിയുമായിട്ട് ഒരു വലിയൊരു നേരത്തെ നല്ല അടുപ്പത്തിലായിരുന്നു. ഒരു നോ കോണ്ടാക്ട് എന്ന് ഫുള്ളി പറയാൻ പറ്റത്തില്ല, എന്തെങ്കിലും ഡിസ്റ്റൻസ് വെച്ചിട്ടുണ്ടായിരുന്നു. അതിൽ നിങ്ങൾ റീയൂണിയൻ ആയിട്ട്, അല്ലെങ്കിൽ അവരിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം നിങ്ങൾക്ക് അവർ നിങ്ങളുടെ അടുത്തോട്ട് റീയൂണിയൻ ചെയ്യാം, അല്ലെങ്കിൽ തിരിച്ചൊന്നും കൂടി ഇതെല്ലാം വർക്ക് ചെയ്യാം, സോൾവ് ചെയ്യാം എന്ന് പറഞ്ഞു വരുന്നതായിരിക്കും. റീയൂണിയൻ ആൻഡ് റീകൺസിലേഷൻ ആണ് ഞാൻ ഇവിടെ കാണുന്നത്. ചിലരില് ഈ വ്യക്തി ഒരുപാട് നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഫീൽ ചെയ്യും. ലൈക്ക് നിങ്ങൾക്ക് ഈ വ്യക്തി ഒരുപാട് ഇഷ്ടമായിരിക്കാം, പക്ഷെ ഈ വ്യക്തി നിങ്ങൾക്ക് ഒരുപാട് ഒരു മിസ്റ്ററി മാൻ ആയിട്ടാണ് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്. നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും, നിങ്ങൾക്ക് ഈ വ്യക്തിയെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ, അല്ലെങ്കിൽ അവർ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഓക്കെ, അത് മാത്രമല്ല നിങ്ങൾ നിങ്ങളുടെ ഫീലിങ്സ് ഇവരിൽ നിന്ന് മറച്ചു വെക്കുന്നതായിട്ടാണ് ഞാൻ കാണുന്നത്. ഓക്കെ, ലൈക്ക് നിങ്ങൾക്ക് ഉണ്ടായ ട്രൂ ഫീലിങ്സ്, നിങ്ങൾക്ക് അവരോട് ലവോ ക്രഷോ തോന്നുവാണെങ്കിലും നിങ്ങളും മറച്ചു വെക്കുന്നു, അതുപോലെ തന്നെ അവരും എന്തൊക്കെയോ ഹൈഡ് ചെയ്യുന്ന പോലെയാണ് ഈ ഒരു കണക്ഷനിൽ ഞാൻ കാണുന്നത്. നിങ്ങൾ ആഗ്രഹിച്ച, അല്ലെങ്കിൽ നിങ്ങൾ സ്വപ്നം കണ്ടിരുന്ന കാര്യങ്ങൾ ഈ വ്യക്തി നിങ്ങളുടെ അടുത്ത് വരണമെന്നോ, അല്ലെങ്കിൽ എന്തോ ആയിക്കോട്ടെ, നിങ്ങളൊരു ഫൈറ്റിലോ, നിങ്ങൾ ഒരു ഫൈറ്റ് ആയിരുന്നു, എന്നിട്ട് അവർ റീകൺസിലിയേഷൻ ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് തിരിച്ചു വരണം, അങ്ങനെ നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ ഇത് ഒരു ഡ്രീം കം ട്രൂ ആയിട്ട് വരും. അവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾക്ക് അത് എക്സ്പെക്ട് ചെയ്യാം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ തന്നെ അവർ നിങ്ങളുടെ അടുത്തോട്ട് വരുന്നു, അല്ലെങ്കിൽ അവർ ഒരു ആക്ഷൻ എടുക്കും. ഓക്കെ, ഓക്കെ, നിങ്ങൾ രണ്ടുപേരും ഈ ഒരു കമ്മിറ്റ്മെന്റ്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷനിൽ നിന്ന് ഒരുപാട് ലെസൺസ് പഠിച്ചതായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് പാഠങ്ങൾ. അത് മാത്രമല്ല, നിങ്ങൾ തമ്മിൽ നേരത്തെ ഒരു റിലേഷൻ ഉണ്ടായിരുന്നെങ്കിലോ, അല്ലെങ്കിൽ ഇപ്പോഴും റിലേഷനിലാണെങ്കിലും നിങ്ങൾ രണ്ടുപേരും നല്ലപോലെ ട്രാൻസ്ഫോം ചെയ്തിട്ട് നിങ്ങളുടെ സ്വഭാവത്തിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ രണ്ടുപേർക്കും ഒരുപാട് മാറ്റങ്ങൾ വന്നതായിട്ട്, രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും അവരുടെ വ്യക്തിത്വത്തിന് മാറ്റങ്ങൾ വരുത്തിയതായിട്ടാണ് ഞാനിവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഒരുപാട് ലെസൺസ്, ലൈക്ക് അവർ നിങ്ങളുടെ ഇപ്പോൾ കൊളീഗ് ആണെങ്കിൽ നിങ്ങളെ ഒരുപാട് വർക്കിലും ഒക്കെ ഒരുപാട് സഹായിച്ചു, അല്ലെങ്കിൽ ഒരുപാട് എന്താ പറയുക, ഓഫീസ് വർക്ക്സിലൊക്കെ കാര്യങ്ങൾ മാറ്റിയെടുക്കാനും, അല്ലെങ്കിൽ വർക്ക് കൂടുതൽ ശ്രദ്ധിക്കാനും, എന്തൊക്കെയോ ട്രാൻസ്ഫോർമേഷനും ഒരുപാട് ലെസൺസും നിങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇപ്പോൾ കുറേ പഠിച്ചെടുത്തിട്ടുണ്ട്. ഓക്കെ, ഓക്കെ, പിന്നെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ അവര് നിങ്ങളോട് അവരുടെ ഹൃദയം തുറന്ന് കാണിച്ച് എന്താണ് അവർ മനസ്സിനുള്ളിൽ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവർ ഒരുപാട് കാര്യങ്ങൾ, കുറേയൊക്കെ ഫീലിങ്സ് ഒക്കെ മറച്ചു വെക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇനി എത്രയും പെട്ടെന്ന് തന്നെ അവരുടെ ഹൃദയം തുറന്ന് നിങ്ങളെ കാണിക്കും, എന്താണ് അവരുടെ ഫീലിങ്സ് എന്നൊക്കെ നിങ്ങളെ കാണിക്കും. ഓക്കെ, ഇത് ശരിക്കും ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ ആയിട്ടാണ് കാണിക്കുന്നത്. കഴിഞ്ഞ ജന്മത്തിൽ നിങ്ങൾ എന്തോ ഒരു ബന്ധം നിങ്ങൾ തമ്മിൽ ഉണ്ടായിരുന്നു. അത്രയും സ്ട്രോങ് സ്പിരിച്വൽ കണക്ഷനാണ് നിങ്ങളിൽ കാണുന്നത്. പിന്നെ എനിക്കവിടെ കാണാൻ കഴിയുന്നത് അവർ ഒരുപാട് നിങ്ങളെ മിസ്സ് ചെയ്യുന്നുണ്ട്. നിങ്ങളിപ്പം ഞാൻ പറയുന്ന പോലെ നിങ്ങൾ ഈ ഒരു ബ്രേക്ക് എടുത്തേക്കുവാണെങ്കിൽ, ഒരു ബ്രേക്കപ്പോ നോ കോണ്ടാക്റ്റോ ആണെന്നല്ല പറയുന്നത്, എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് ആയേക്കാം. ഓക്കെ, എന്നാലും ഈ ഒരു ഡിസ്റ്റൻസ് കൊണ്ട് അവർ ഒരുപാട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ അടുത്തില്ലാത്തതുകൊണ്ട് ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. അത് അവരുടെ എനർജിയും എല്ലാം, അവർ മൊത്തത്തിലൊരു വീക്കായ ഒരു ഫീലിംഗ് ആണ് നിങ്ങൾ അവരുടെ അടുത്ത് ഇല്ലാത്തതുകൊണ്ട് കാണുന്നത്. ഓക്കെ, പിന്നെ യൂണിവേഴ്സ് നിങ്ങളോട് പറയുന്നതെന്ന് വെച്ചാൽ, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങളുടെ മനസ്സിലും ഇതേപോലെ ഇവരെ കോണ്ടാക്ട് ചെയ്യണോ, നിങ്ങളുടെ ഫീലിങ്സ് ഇവരോട് തുറന്നു പറയണോ, എന്താണ് എന്ന് നിങ്ങളും ഒരു ഡൗട്ടിലായിരിക്കും. സോ നിങ്ങളുടെ
ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, നിങ്ങളുടെ മനസ്സ് എന്താണ് പറയുന്നത്, അതുപോലെ നിങ്ങൾ ചെയ്യുക. ഓക്കെ. സോ അല്ലാതെ വേറുള്ളവർ ഇപ്പം നിങ്ങളുടെ ഫ്രണ്ട്സോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും പറയുന്ന പോലെ ചെയ്യാതെ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഇവരെ നിങ്ങൾ കോൺടാക്ട് ചെയ്യണം, എൻ്റെ ഫീലിങ്സ് പറയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുക. ഓക്കെ. സോ യൂണിവേഴ്സ് പറയുന്നത് തന്നെ നിങ്ങളുടെ ഇൻറ്റ്യൂഷനെ നിങ്ങൾ മെഡിറ്റേറ്റ് ചെയ്തിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾ ഒരുപാട് കണക്ട് ചെയ്യും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ എനർജി കണക്ട് ചെയ്യുമ്പം നിങ്ങൾക്ക് നിങ്ങൾ എന്താ പറയുന്നത് മീൻസ് ലൈക്ക് നിങ്ങളുടെ എനർജി എന്താണ് പറയുന്നത്, ഇൻറ്റ്യൂഷൻ എന്താണ് പറയുന്നത്, അതുപോലെ ചെയ്യുക. ഓക്കെ. ഓക്കെ. വേറെ കാണുന്നതെന്ന് വെച്ചാൽ ഈ വ്യക്തി ഒരുപാട് ഉറക്കമില്ലാത്ത രാത്രികളിൽ കൂടെ കടന്നു പോകുകയാണ്. ഒരുപാട് ആൻസൈറ്റി ഉണ്ട് നിങ്ങളെ പറ്റി ഓർത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ കണക്ഷനെ പറ്റി ഓർത്ത്. ഓക്കെ. എന്താണ് ഇതിൽ ചെയ്യേണ്ടത് അല്ലെങ്കിൽ എപ്പോഴാണ് ഞാൻ ആക്ഷൻ എടുക്കേണ്ടത് എന്നൊക്കെ ഓർത്ത് അവർ ഒരുപാട് ആൻഷ്യസ് ആണ്. എന്താ നിങ്ങളെ പറ്റിയുള്ള ഡ്രീംസ് ആണ് ഒരുപാട് അവർ കാണുന്നത്. ഓക്കെ. പിന്നെ നമുക്ക് ലാസ്റ്റായിട്ട് ഒരു കാർഡ് എടുക്കാം. ഓക്കെ. സോ എനിക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഇതൊരു കമ്മിറ്റ്മെൻറ്റ്. ഓക്കെ. നിങ്ങൾ ഒന്ന് റീയൂണിയൻ ആകും അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകും. എന്ന് വെച്ചാൽ കമ്മിറ്റ്മെൻറ്റ് എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പ് ആവണമെന്നില്ല. നിങ്ങൾ എന്തെങ്കിലും ഒരു പ്രശ്നം വന്ന് നിങ്ങൾ അകന്ന് നിൽക്കുകയാണെങ്കിൽ നിങ്ങളതെല്ലാം റീകൺസൈൽ ചെയ്ത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഇനി നമുക്കൊരു ബെസ്റ്റ് ഫ്രണ്ട്സ് ആയിട്ട് ഇരിക്കാം ലൈഫ് ലോങ്. അങ്ങനെ അങ്ങനെ എന്തെങ്കിലും ഒരു കമ്മിറ്റ്മെൻറ്റിലോട്ട് വരും. നിങ്ങളുടെ ഡിഫറൻസസ് എത്ര തരം വ്യത്യാസങ്ങൾ നിങ്ങൾ തമ്മിലുണ്ടെങ്കിലും അതെല്ലാം നിങ്ങൾ ബാലൻസ് ചെയ്ത് മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ കഴിയുന്നത്. പിന്നെ ലവേഴ്സ് ആണെങ്കിൽ ഒരു മാരേജ്, ഒരു ലൈഫ് ലോങ് കമ്മിറ്റ്മെൻറ്റിൻ്റെ ഒരു മാരേജ് എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഓക്കെ. ഓക്കെ. പിന്നെ എനിക്കിവിടെ കാണാൻ കഴിയുന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഒരുപാട് നിങ്ങൾ തമ്മിൽ കുറേ ചാലഞ്ചസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങളുടെ രണ്ടുപേരുടെയും സ്വഭാവങ്ങൾ തമ്മിൽ ഇപ്പോൾ സപ്പോസ് നിങ്ങൾക്ക് തന്നെ അവരുടെ സ്വഭാവമായിട്ട് അല്ലെങ്കിൽ അവരുടെ ആറ്റിറ്റ്യൂഡായിട്ട് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത കുറേ കാര്യങ്ങളുണ്ടാവും. അത് നിങ്ങൾക്കൊരു ചാലഞ്ച് ആയിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഒരുമിക്കുന്നത് വേറെ പലർക്കും ഒന്നെങ്കിൽ പാരൻസ് അല്ലെങ്കിൽ കൊളീഗ്സ് അല്ലെങ്കിൽ വേറെ ചില ഫ്രണ്ട്സിനൊന്നും ഇഷ്ടപ്പെടാതിരിക്കാം. അങ്ങനെ ഒരുപാട് ചാലഞ്ചസ് ഇവിടെ കാണുന്നുണ്ട്. പക്ഷെ എന്തൊക്കെ ചാലഞ്ചസ് വന്നാലും നിങ്ങൾ ഇതൊന്നും ഇതൊന്നും വലിയ സീരിയസ് ആക്കാതെ നിങ്ങൾ നിങ്ങളുടെ കാര്യം നോക്കി ഇത് അല്ലെങ്കിൽ ചാലഞ്ചസിനെയും ഡിഫിക്കൽട്ടീസിനെയും എല്ലാം ഓവർകം ചെയ്ത് നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് എനിക്ക് കാണാൻ കഴിയുന്നത്.